ബാബരി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒഴിവാക്കിയതും ഒഴിവാക്കിയും NCERT പാഠപുസ്തകം +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നാണ് ഒഴിവാക്കിയത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പകരം ഉൾപ്പെടുത്തി. പുതിയ സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തിയാണെന്ന് NCERTയുടെ വിശദീകരണം. പുതിയ പാഠപുസ്തകം അടുത്ത മാസം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, രാജ്യമാകമാനം വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിലിപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ ഒഴിവാക്കാൻ എന്ത് വിശദീകരണമാണ് NCERT പറയുന്നത്? പുതിയ പാഠഭാഗം ഉൾപ്പെടുത്തിയതിനുള്ള വിശദീകരണവും എന്താണ്? സൈഫുദ്ദീൻ, നേരത്തെ തന്നെ NCERT വലിയ രീതിയിലുള്ള പാഠഭാഗങ്ങൾ നീക്കം ചെയ്തിരുന്നു. മുഗൾ ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ നീക്കം ചെയ്തത് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയ ചരിത്ര നീക്കങ്ങൾക്കാണ് ഇപ്പോൾ NCERT നീക്കം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ബാബറി മസ്ജിദ് തകർത്തതും ഇതുകൂടാതെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് NCERT പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഇത് നീക്കം ചെയ്തുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയമെന്ന് പറയുന്നത്. ഇതിനുവേണ്ടി NCERT പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് പുതിയ സംഭവ വികാസങ്ങൾ ഇത്തരത്തിൽ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ NCERTയുടെ നിലപാട് പരിശോധിച്ചാൽ തന്നെ ചരിത്ര രേഖകൾ നീക്കം ചെയ്യുന്ന നിലപാട് NCERT തുടരുകയാണ്. ഇതിനു പുറമെ 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സോഷ്യോളജി പുസ്തകത്തിലും ചരിത്ര പുസ്തകങ്ങളിലും നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഭവം, ഇതുകൂടാതെ തന്നെ ആര്യന്മാരുടെ കുടിയേറ്റം, ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾപ്പെടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വേർതിരിവ് സംബന്ധിച്ച വാചകങ്ങളും ഇത്തവണ NCERT ഈ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടകൾ NCERT ഇത്തരത്തിൽ നടപ്പിലാക്കുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടപ്പിലാക്കിയത്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ബാബരി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്തു. ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. പ്രധാനമായും 2002 കലാപത്തിൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടു, 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഏറ്റവും അധികം മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു പഴയ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പുതിയ പാഠപുസ്തകത്തിൽ അത് വരുന്നത് 1000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നതെന്ന ചോദ്യം NCERT കൃത്യമായ ഒരു മറുപടി നൽകുന്ന പുതിയ സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് ഒരു വിശദീകരണം നൽകുന്നത്. എന്തായാലും ഇപ്പോഴും ചരിത്ര രേഖകൾ നീക്കം ചെയ്യുന്ന നിലപാട് NCERT തുടരുകയാണ്. മുഗൾ ചരിത്രം കഴിഞ്ഞ വർഷങ്ങളിൽ നീക്കം ചെയ്തിരുന്നു. ഇത്തരത്തിൽ മൗലാന ആസാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അത്തരം നീക്കങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ബാബറി മസ്ജിദും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് NCERT നീക്കം ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ. അരവിന്ദ്, പകരം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ അധ്യായം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ആ അധ്യായത്തിൽ എന്തെല്ലാം വിവരങ്ങളുണ്ട്? അതിന്റെ കണ്ടന്റ് എന്താണെന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ ഇപ്പോൾ? സൈഫുദ്ദീൻ, പ്രധാനമായും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് അയോധ്യ തകർക്കൽ എന്ന ഭാഗം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ്. ഈ അയോധ്യ തകർക്കലുമായി ബന്ധപ്പെട്ട ഭാഗം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് 2019 ശേഷം സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.